ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിസോഫോണിയെ പറ്റിയിട്ടാണ്. മിസോഫോണിയ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? അതൊരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ നമുക്ക് ചുറ്റും ഒരുപാട് ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കുന്ന ശബ്ദം, കാറ്റിന്റെ ശബ്ദം, ക്ലോക്കിന്റെ ശബ്ദം, അങ്ങനെ പല പല ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ട്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ നമുക്ക് അതൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ അത് ഇഗ്നോർ ചെയ്യുകയുള്ളൂ. പക്ഷേ മിസോഫോണിയ എന്ന ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റബിൾ ആക്കും. ദേഷ്യം, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ ഒക്കെ അനുഭവിക്കുകയും വളരെ നെഗറ്റീവായിട്ട് ഈ ശബ്ദങ്ങളോട് അവരെ പ്രതികരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ മിസോഫോണിയ എന്ന് പറയുന്നത്. ചില വ്യക്തികൾക്ക് ഒന്നോ രണ്ടോ ട്രിഗേഴ്സേ കാണുകയുള്ളൂ. അതായത് ഒരു ശബ്ദമൊക്കെ ആയിരിക്കും അവരെ ട്രിഗർ ചെയ്യുന്നത്. പക്ഷെ മറ്റു ചില വ്യക്തികൾക്ക് ഒരുപാട്, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ശബ്ദങ്ങൾ അവരെ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ചിലർക്ക് അവരുടെ ഇമോഷൻസിനെയും ബിഹേവിയറിനെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോ അവർ വളരെ ഇമ്പൾസീവായിട്ട്, ചിലപ്പോൾ വയലന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനുള്ള, ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഇത് ഒരു 5 വ്യക്തികളിൽ ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തുടങ്ങാമെങ്കിലും ഏർലി അഡൽട്ട്ഹുഡിലും അല്ലെങ്കിൽ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട്, കൂടുതൽ കേസുകളിലും ആദ്യമായിട്ട് തുടങ്ങുക ഏർലി അഡൽട്ട് ലൈഫിൽ അല്ലെങ്കിൽ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും. പുരുഷന്മാരെ അപേക്ഷിച്ച് ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ ലക്ഷണങ്ങൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി റിയാക്ട് ടു ദാറ്റ് സൗണ്ട് എന്നുള്ളതാണ്. അത് ഇമോഷണൽ ഉണ്ട്, ബോഡി ഉണ്ട്, ബിഹേവിയറലുണ്ട്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, പിന്നെ ആങ്സൈറ്റി ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇമോഷണൽ റെസ്പോൺസുകളായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. അടുത്തത് ബോഡി ലക്ഷണങ്ങൾ, അതായത് ഹാർട്ട് റേറ്റ് കൂടാം, റെസ്പിറേറ്ററി റേറ്റ് കൂടാം, BP കൂടാം, ചെസ്റ്റിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഗൂസ് ബംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, സ്വെറ്റിംഗ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ബോഡി ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത്. അതുപോലെ ബിഹേവിയറൽ ലക്ഷണങ്ങളുണ്ട്. അതായത് ഇതേലത്തെ ശബ്ദങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അതേലത്തെ ശബ്ദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ യെല്ലിങ്, ഷൗട്ടിങ് ഒക്കെ വഴി അത് നിർത്താനായിട്ടുള്ള ശ്രമം, ആ ശബ്ദം നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വയലന്റ്ലി, അത് റെയർ ആയിട്ട് വയലന്റ്ലി ആ ശബ്ദങ്ങൾ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന അവസ്ഥ വരെ നമുക്ക് കാണാറുണ്ട്. ഏതൊക്കെ ശബ്ദങ്ങളാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഏത് ശബ്ദത്തിനോട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോമൺലി കാണുന്ന കുറച്ച് ശബ്ദങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ശബ്ദം, കാറ്റിന്റെ ശബ്ദം, ഫാനിന്റെ ശബ്ദം, ക്ലോക്കിന്റെ ശബ്ദം, അല്ലെങ്കിൽ ഫിംഗർ ടാപ്പ് ചെയ്യുന്ന ശബ്ദം, ചുമയ്ക്കുന്ന ശബ്ദം, ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന ശബ്ദം, അതുപോലെ പേന ക്ലിക്ക് ചെയ്യുന്ന ശബ്ദം, അങ്ങനെ ഏത് ശബ്ദങ്ങളോട് വേണമെങ്കിലും ഉണ്ടാവാമെങ്കിലും ഇതൊക്കെയാണ് കോമൺലി കാണുന്ന ശബ്ദങ്ങൾ. കോമൺലി കൂടുതൽ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണം? ഞാൻ മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടിലും പറയുന്നത് പോലെ തന്നെ അത് മൾട്ടി ഫാക്ടോറിയലാണ്. തലച്ചോറിന്റെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങളാവാം ഒരു കാരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിൽ സൗണ്ട് പ്രോസസ് ചെയ്യുന്നതും ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്ന ഭാഗങ്ങളിൽ വരുന്ന കൂടുതലായിട്ട് ഓവറായിട്ടുള്ള കണക്ഷൻസ് ആവാം ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുപോലെ പല അസുഖങ്ങളിലും ഇത് കാണാനായിട്ട് സാധിക്കും. അതായത് ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ടൂറെറ്റ്സ് ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളിൽ, പല മാനസിക അസുഖങ്ങൾ ലൈക്ക് മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ വിഷാദ രോഗം, അതുപോലെ OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതിൽ കാണാനായിട്ട് സാധിക്കും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ കാണാനായിട്ട് സാധിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണാനായിട്ട് സാധിക്കും. ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളിൽ, അതായത് ഹിയറിംഗ് ലോസ് ഉള്ളവരിൽ, ഹൈപ്പർ അക്യൂസിസ് ഉള്ളവരിൽ, ടിനിറ്റസ് ഉള്ളവരിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫാമിലി ഹിസ്റ്ററി. ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. സോ കമ്മിങ് ടു ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് നമ്മളിത് ചികിത്സിക്കുക? അത് മെഡിസിൻ മാനേജ്മെന്റും ഉണ്ട്,
സൈക്കോതെറാപ്പിയും ഉണ്ട്. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ട്രിഗേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ എങ്ങനെ കൂടുതൽ നന്നായിട്ട് മിനിമൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാനും നമ്മുടെ ബിഹേവിയറിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, നമ്മളുടെ ഇമോഷൻസ് ഉണ്ടായാൽ പോലും ബിഹേവിയറിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഹൗ ടു ഹാൻഡിൽ അവർ ബിഹേവിയർ എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സൈക്കോതെറാപ്പി നമ്മളെ സഹായിക്കും. അതുപോലെ എന്തെങ്കിലും അണ്ടർലൈൻ ഇൽനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചികിത്സിക്കുക. അതുപോലെ ആങ്സൈറ്റി, ഉത്കണ്ഠയോ വിഷാദത്തിലേക്കോ ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് വഴി ബെറ്റർ ആക്കുക. കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഇയർ ബഡ്സ് ഉപയോഗിക്കാം. അതായത് നോയിസ് ക്യാൻസൽ ചെയ്യുന്ന ഇയർ ബഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് നമുക്ക് ഉപയോഗിക്കാം. ഈ മിസോഫോണിയ എന്ന് പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് ഒന്നുമല്ല. പക്ഷേ അത് നമ്മളുടെ മാനസികാവസ്ഥയെ വളരെ മോശമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സോ ആരെങ്കിലും ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സീക്ക് ട്രീറ്റ്മെന്റ്.